ഇപ്പോൾ മരണപ്പെട്ട ഒരാളോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം ചിലപ്പോൾ ഓവറാണെന്ന് തോന്നും. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ അയാളോട് അത്ര നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. പരിഗണിക്കാമായിരുന്നു, അയാളെ കുറച്ചും കൂടി സ്നേഹം കൊടുക്കാമായിരുന്നു. ഈ അനുസ്മരണ സംഗമത്തിലൊക്കെ പങ്കെടുത്ത് ആളുകൾ പറയുന്നതും FBയിലൊക്കെ കുറിക്കുന്നതൊക്കെ ഈ മരണപ്പെട്ട ആൾ അറിഞ്ഞിരുന്നെങ്കിൽ മരണത്തിന് മുമ്പേ അയാൾ എത്രത്തോളം സന്തോഷവാനായിട്ടായിരുന്നു മരണപ്പെട്ടു പോവുക എന്നുള്ളത് ചിലപ്പോൾ ആലോചിക്കാറുള്ളൊരു കാര്യമാണ്. നമുക്കൊക്കെ ആലോചിച്ചാൽ അത് കിട്ടുകയും ചെയ്യും. അതായത് ശരിക്കും ജീവിച്ചിരിക്കുമ്പോൾ കുറേ കൂടി സ്നേഹിക്കാമായിരുന്നവരെ എന്തിനാണ് ഈ മരണം വരേക്കും നമ്മൾ വൈകിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മളിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഫീലിംഗ് അത് അയാൾ തോറ്റ് പിന്മടങ്ങി. അതായത് ജീവിതത്തിൽ ഇനി നമ്മളോട് മത്സരത്തിനില്ലാത്ത ഒരാളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അധിക സ്നേഹമാണ്. ശരിക്കും ഇതിനേക്കാൾ നമുക്ക് അയാൾ ജീവിച്ചിരിക്കുമ്പോൾ കുറേ കൂടി കളർഫുള്ളാക്കാൻ പറ്റും അയാളുടെ ജീവിതം. അയാളോടൊപ്പം സ്നേഹം കൂടുതൽ പങ്കിടാൻ പറ്റും, അയാളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റും, അയാളെ സന്ദർശിക്കാമായിരുന്നു, അയാൾക്ക് പലതും ചെയ്തു കൊടുക്കാമായിരുന്നു. അതല്ലാതെ മരണസമയത്ത് അയാളുടെ ജനാസ വെച്ചുകൊണ്ട് ഇയാൾക്ക് വിട്ടുപുറത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം എനിക്ക് വരാനുണ്ട് എന്ന് കരുതി തീർച്ചയായിട്ടും നമ്മളങ്ങനെ കൊടുക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ അയാളെ ചേർത്ത് പിടിച്ച് അതല്ലെങ്കിൽ അയാൾക്ക് കുറേ കൂടി സന്തോഷവാനായി മരിക്കാൻ പറ്റുന്ന, അതായത് തോറ്റ് പിന്മടങ്ങിയ ഒരാൾക്ക് സമാനമായി അയാളെ കൂടുതൽ സ്നേഹിക്കാതെ ജീവിതത്തിൽ തന്നെ കൂടുതൽ സ്നേഹിക്കാമായിരുന്ന അവസരങ്ങൾ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത.